ഒരു കിടിലൻ മാജിക് പെർഫോമൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ വേദിയിൽ കണ്ടത്. ഇനിയും അതുപോലെ തന്നെ ഒരു സർപ്രൈസ് പ്രോഗ്രാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, എന്താണ്, ആരാണ്? അതെ, ഞാനും മാജിക് കാണിക്കും. പേരെന്താണ് ചേട്ടന്റെ? ഞാൻ അവിടെ വന്ന് പറയാം. ഒരു കൈയടി കൊടുക്കും എല്ലാരും. അല്ല, ഒരു സെക്കൻഡ് ചേട്ടാ, ചേട്ടാ ഇത് കഴിച്ച നാലെണ്ണമാണ്. അത് ശരി, അല്ലല്ല, ശാസ്ത്രം അങ്ങനെ. അത് മൂന്നത്തിൽ വെറുതെ തെറ്റിക്കല്ലേ. ഓക്കെ, ശരി. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലായില്ലേ? അല്ല, അതാണ് ഞാൻ ചോദിക്കാൻ വന്നേ. മജീഷ്യൻ ആണോ? മാജിഷ്യൻ ആണോ എന്നാ. തൊപ്പി കണ്ടോ, കോട്ട് കണ്ടോ? അതൊക്കെ ഒരു മനസ്സിലായി. വടിയുടെ കുറവുള്ളൂ, അത് എന്റെ വണ്ടി കിടക്കേ, BWയിൽ കിടക്കേ. അല്ല, ഇതൊക്കെ ഇട്ടാ മജീഷ്യൻ ആവോ? പിന്നെ എന്തീ പറയണേ? ചേട്ടാ, ഞാൻ ഭയങ്കര മജീഷ്യനാ. ഓ, ആ, എന്താ പേര്? എന്റെ പേര് പ്രൊഫസർ മജീഷ്യൻ ഭയങ്കരൻ പേയാട്. വെറൈറ്റി പേരല്ലേ? ഭയങ്കര പേരാണ്. പേയാട് അല്ലേ? പേര് പേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. സപ്പോസ് മജീഷ്യൻ ആണെന്ന് പറഞ്ഞല്ലോ. സപ്പോസ് റോഡിൽ കൂടെ നടക്കുമ്പോ ഒരു നായ കടിക്കാൻ വരുന്നു. ഏത് രീതിയിലുള്ള മാജിക് അപ്ലൈ ചെയ്താണ് ഈ നായയെ ഓടിക്കാൻ കഴിയും? അത് ഞങ്ങളിപ്പോ തന്നെ കടയിലേക്ക് സൂക്ഷിച്ചു നോക്കും. ആ, പൊക്കോളാൻ പറയും, ആ, അല്ലെങ്കിൽ ഞാൻ പോകും. ഓക്കെ 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 അത് വേറെ ടെക്നിക്ക്. അത് ഓക്കെ ഓക്കെ, അത് കൊള്ളാം, അത് കൊള്ളാം. ഇപ്പൊ തന്നെ ഇദ്ദേഹത്തിന്റെ മാജിക്കിന്റെ ലെവൽ എത്രയാണ് നമുക്ക് മനസ്സിലായി അല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ല, അതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനമാണ്. ശാസ്ത്രമാണല്ല, ഓക്കെ ഓക്കെ ഓക്കെ, കാര്യം ഇങ്ങനെ വെച്ചേക്കണം. ഓക്കെ ഓക്കെ. അങ്ങയുടെ കുടുംബ പശ്ചാത്തലം നന്നായിരിക്കുന്നു എപ്പോഴും. അങ്ങയുടെ പിതാവിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും ഭയങ്കര പ്രശസ്തനായിരുന്നു. പിന്നെ പുള്ളി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി മാജിക്കിന്റെ ഉടമസ്ഥനായിരുന്നു. ഏത് ടൈപ്പ്? പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടോർ ബൈക്ക് കണ്ണിങ്ങനെ മൂടിക്കെട്ടിയിട്ട് ഓടിക്കുക, അതായിരുന്നു പുള്ളിയുടെ ഒരു വെറൈറ്റി സംഭവം. ഓ, അതൊരു വലിയ കഴിവുള്ള കാര്യമാണല്ലോ. അല്ലല്ലോ, ഒരു സെക്കൻഡ്. പേര് കേട്ട അച്ഛനാണെന്ന് പറഞ്ഞല്ലോ. ഈ പേര് കേട്ട അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പേര് കേട്ട അച്ഛന്റെ പേരെന്താണെന്ന് പറഞ്ഞില്ല. ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കില്ലേ? 10 മിനിറ്റ് സമയം എന്താ? അച്ഛന്റെ പേര് പറയാനോ? ഒന്ന് ഓർത്തെടുക്കട്ടെ. ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിച്ചില്ല, അതാണ്. അച്ഛന്റെ പേരിലാണോ കൺഫ്യൂഷൻ? അതോ അല്ല, പേര് കേട്ട അച്ഛനാണെന്ന് പറഞ്ഞ പേര് വെച്ചതാണ്. അച്ഛനുണ്ട്. അപ്പൊ പിന്നെ അദ്ദേഹം ഇപ്പൊ എവിടെ ഉണ്ട്? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭയങ്കര ത്രില്ലിംഗ് ഉള്ള മനുഷ്യനെ. പുള്ളി എല്ലാം വെറൈറ്റീസ് ആണ്. ഈ കണ്ണ് കെട്ടി ബൈക്ക് ഓടിച്ചിട്ട് വരുന്ന വഴി ഒരു ടിപ്പർ റോഡിയായിട്ട് കൂട്ടിയിടിച്ച്. അതേ ഇപ്പൊ എവിടെ ഉണ്ട്? ദുബായിക്ക് പോയി. ടിപ്പൽ റോഡായിട്ട് കൂട്ടിയിടിച്ചാൽ എവിടെ പോയത്? പരലോകത്തേക്ക് പോയി. എന്റെ ചേട്ടാ, ജഗദീഷ് ചേട്ടാ, ആള് പോയി, തീർന്നു. ഞങ്ങളുടെ കുടുംബം സനാതനമായി, അനാഥമായി. അല്ല, വലിയ എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ സംഭവിച്ചു? അതായത് ഈ മറ്റേ ടിപ്പർ ലോറിക്കാരന് മാജിക് അറിയില്ല, അയാൾ കണ്ടു കെട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഓ, അപ്പൊ ടിപ്പർ ലോറിക്കാരന് മാജിക് അറിയണം. പിന്നെ തീർച്ചയായിട്ടും രണ്ട് കൂട്ടർ അറിഞ്ഞിരുന്നാലേ സക്സസ് ആവുള്ള, മാജിക് കറക്റ്റ് ആവുള്ളൂ. ഞാനപ്പോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഒരു കുഞ്ഞു മാജിക് ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു. ചെറിയൊരു മാജിക്. ഓക്കെ. അയ്യോ, ഞാൻ എന്റെ കാറിൽ കംപ്ലീറ്റ് കിടക്കുന്നത് ബാക്കി എക്യുപ്മെന്റ്സ് എല്ലാം. എനിക്കൊരു കർച്ചീഫ് തരും ആരെങ്കിലും. എന്താണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ കർച്ചീഫ് മതിയോ? ഓ, മതി മതി മതി. എനിക്ക് തീർച്ചയായിട്ടും ഇത് വെച്ച് ഞാനൊരു മാജിക് കാണിക്കും. സാധാരണ എല്ലാവരും കാണിക്കുന്ന ഒരു മാജിക് അല്ലട്ടോ. ഓക്കെ, ഒരു നല്ല കൈയ്യടി കൊടുക്കും. എല്ലാരും കൊടുക്കും. ഓക്കെ, നല്ലൊരു പ്രോത്സാഹനം കൊടുക്കും. നമുക്ക് നോക്കാം എത്ര ടാലന്റഡ് ആണെന്ന്. ഇതും കൊണ്ടാണല്ലേ നടക്കുന്നത്. നല്ല ടവർ അല്ലേ? നോക്കൂ, ഇപ്പൊ ആവശ്യത്തിന് ഒരു തുവാല കൊടുത്തതായി. നോക്കൂ. ഇത് എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. എനിക്ക് പോക്കറ്റ് പോലും ഇല്ല, കണ്ട? ഒന്നുമില്ല. ഞാൻ പോക്കറ്റിൽ എടുത്തെന്നൊക്കെ പറയും ചില ആൾക്കാർ പറയും. എപ്പോഴും എടുക്കാറുണ്ടല്ലോ. ഒന്നുമില്ല, പോക്കറ്റ് പോലും ഇല്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്ക് എവിടെയും ചെയ്യാവുന്ന സംഭവം ഉള്ളത്. നിസ്സാരമായിട്ട് ഓഡിയൻസിൽ പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റും. ഓക്കെ, വളരെ മനോഹരമായ, നമ്മുടെ കുട്ടികൾക്കും ഈ വൃദ്ധരായവർക്കും ചിരിച്ചിരിച്ച് മരിക്കാൻ പറ്റുന്ന ഒരു ഇതാണത്. ഒരു കർച്ചീഫ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ആരാധന സംഘടിപ്പിക്കാൻ പറ്റുന്നത്. കണ്ടോ? ഇതെന്ത് മാജിക് ആണത്? നിറമൊന്നും മാറിയില്ലല്ലോ. അതെ, ഞാൻ നിറം മാറ്റാന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, പിന്നെ എന്താണ് നിറം മാറ്റാതെ ഞാൻ പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞില്ല. ഇതാണോ കുട്ടികൾ? ഞാൻ മേടിച്ച കുട്ടിയുടെ വെള്ള ടവൽ, വെള്ള ടവലായിട്ടിരിക്കുന്നു. അല്ല ചേട്ടാ, നോർമലി മാജിക് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വന്നില്ലേ ഫ്ലവേഴ്സ് വരും, അല്ലെങ്കിൽ വേറെ കളർ വരും. ഇതിപ്പോ ഒന്നുമില്ലല്ലോ. അല്ല, ഇതിനിപ്പോ എങ്ങനെ മാജിക് എന്ന് പറയാ? നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്? ഓ, ഞാൻ അതാണ് ഈ പറയണ്ടേ. മാജിക് തൊട്ടിയാ നിങ്ങൾക്ക് മാജിക് ഉപയോഗിക്കാൻ പറ്റും. ചേട്ടാ, എന്റെ ഒന്നും പേടിക്കാനില്ല. ഇത് മാജിക് ആണോ? ഇതെന്ത് മാജിക് ആണ് ചേട്ടാ? എന്റെ കർച്ചീഫ് കളർ മാറില്ല എന്നുള്ള ഇതെന്താ കോട്ടിന്റെ കളർ?
ഒരു കൈ അതെ, ഒരു കളർ മാത്രമല്ല. എന്റെ കർച്ചീഫ് പോയി എന്നിട്ട് എല്ലാരും കൈയടിക്കുകയാണല്ലേ? ഇതിലും കൂടുതൽ ഇത്തിരി കൊണ്ട് ഡാർക്ക് ആയനെ. ഞാൻ 2 ദിവസം മുമ്പ് കുളിച്ചു. ഞാൻ വിചാരിച്ചു കോട്ടിന്റെ കളർ എന്റെ പൊന്നേട്ടാ എനിക്ക് വേണ്ട. അല്ല ചേട്ടൻ തന്നെ വെച്ചോളൂ. എന്റെ വക ഒരു സമ്മാനം. അയ്യോ എനിക്ക് അത്രയും ഓർമ്മയൊക്കെ ധാരാളം. എനിക്ക് ആവശ്യത്തിലധികം ഓർമ്മകളുണ്ട്. ഇത് പ്രേക്ഷകരെ പറ്റിക്കലാണ്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാണിക്കും. അതെ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാണിക്കും. ഈ പറഞ്ഞ പോലെ കളർ മാറ്റുന്ന കർച്ചീഫ് അത് ശരിയല്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്പം കൂടെ ഗൗരവമുള്ള എന്തെങ്കിലും കാണിക്കണം. ശരി, വീണ്ടും ഒരു തട്ടിപ്പ് ഇല്ല. ഇനി ആവർത്തിക്കില്ല. ഇത് തട്ടിപ്പായിട്ട് തോന്നിയെങ്കിൽ ഞാൻ ആ പുതിയൊരു മാജിക്കായിട്ട് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി തന്നെ അല്ല, അതിനുമുമ്പ് എനിക്ക് വാക്ക് തരണം. ഇത് തട്ടിപ്പാവില്ല എന്ന് എനിക്ക് വാക്ക് തരണം. തൊപ്പിയാണ് സത്യം. ശരി, എങ്കിൽ കാണിച്ചോ. കാരണം തൊപ്പി വെച്ച് സത്യം ചെയ്യാറില്ല. അപ്പൊ തൊപ്പിയാണ് സത്യം. ശരി, എന്താണ് ചെയ്യാൻ പോണേ? വേഗം വേണം. എന്താന്ന് കുറെ ടൈമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് ഇല്യൂഷൻ ഓഫ് ദ മജിഷ്യൻ. അതായത് ഒരു മാജിക്കാരൻ ഇവിടെ നിന്ന് ഇല്ലാതെയാകുന്നു. അതാണോ ഇല്യൂഷൻ? ഇല്യൂഷൻ അത് മിക്കവാറും ഉണ്ടാവും. മാജിക്കാരൻ ഇല്ലാതാകുന്നു. ഓക്കെ, പിടിക്കൂ. ഓക്കെ, ഇതെന്താണിത്? പേടിക്കണ്ട ഈശ്വരി, ഇതെന്താണ്? ശരിക്കും തോക്കാണ്. ഇതെന്താ? എനിക്ക് പിടിക്കൂ. താങ്കൾക്ക് വെടിവെക്കാൻ അറിയാമോ? പിന്നെ ഞാൻ NCC-ലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു. ജഗദീഷ് ചേട്ടൻ അറിയാം. ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ എനിക്ക് ആവശ്യം. കൃത്യ ഷാർപ്പിൽ ഉന്നം പിടിച്ച് എയിം ചെയ്ത് വേണം വെടിവെക്കാനായിട്ട്. ഇത് ശരിക്കുള്ള തോക്കല്ലേ? ഇത് നിറത്തോക്കാണ്. ഈശ്വര, ഞാൻ അത് വെച്ചിട്ട് വലിയ ഇത്ര ഉള്ളതല്ലേ? ഇത് ചെറുതാ. അതെ, ഞാൻ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ടെൻഷൻ അല്ല, ഇതിൽ അപകടം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപകടം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഞാൻ ഇവിടെ ഒരു മാർക്ക് അടയാളപ്പെടുത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിയിട്ട് കണ്ണുകൾ ശ്രദ്ധിച്ച് ഇവിടെ ഉന്നം നോക്കി പിടിച്ച് ഇവിടെ തന്നെ എയിം ചെയ്ത് ഇവിടെ വെടിവെക്കുക. ഓക്കെ, ഓക്കെ, ഓക്കെ. വിത്ത് യുവർ പെർമിഷൻ ഞാൻ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ച് 3 കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിലാണ്. ഡിസ്റ്റൻസ് ഇത് മതിയോ? കുറച്ചുകൂടെ എനിക്ക് ടെൻഷൻ. കുറച്ചുകൂടെ ഡിസ്റ്റൻസ് വെക്കോ. ഞാൻ ബാക്കിലോട്ട് പോകണം. ഓക്കെ, ശരി. ശ്രദ്ധിച്ച്. അല്ല, എവിടെയും ശ്രദ്ധ കൊടുക്കാതെ പല സ്ഥലത്തും ടെൻഷൻ അടിപ്പിക്കില്ല. എന്റെ കൈ ഷിവറായി. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ എവിടെയാണ്? ഇതാണ് പോയിന്റ്. ഓക്കെ, ശരി. ഇതാണ് മർമ്മം. ഓക്കെ, ഇവിടെ നോക്കി എയിം ചെയ്ത് വളരെ ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ചു, ഉന്നം പിഴയ്ക്കാതെ വൃത്തിയായി കണ്ണുകളെല്ലാം തുറന്നു വെച്ച് വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ വെടിവെച്ചോളൂ. എന്താ സംഭവം? ചേട്ടാ, എന്താ സംഭവം? നിങ്ങൾ ആരാ? ചേട്ടാ, ചേട്ടാ ഓക്കെ അല്ലേ? ഞാൻ ഈ പുള്ളി പറഞ്ഞ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഈ പുള്ളിയെ പറഞ്ഞ ഈ പുള്ളി പറഞ്ഞിട്ട്. എന്താ സംഭവം? നിങ്ങൾ ആരാ? ഞാൻ പ്രശസ്ത മാജിക്കാരനാണ്. ഭയങ്കരൻ പേയാട്. എന്ത് പേയാടോ താൻ കാണിക്കുന്ന? ചോര വരുന്നുണ്ട്. ഞാൻ ഭയങ്കര പറയാതിരിക്കുന്നത് കണ്ട. ഞാൻ ഇടത്തെ സൈഡ് ഉന്നം വെച്ച് വെടിവെക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടെ ഈ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ കൊച്ചു എന്റെ ഇവിടെ കണ്ടാണ് വെച്ചത്, വെടിവെച്ചത്.